ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. സന്തോഷത്തോടു കൂടിയൊന്നല്ല എൻ്റെ വ്ളോഗ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് വരുന്നത്. കാരണം എൻ്റെ ഹിസ്റ്ററിയിൽ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് തന്നെ എൻ്റെ ഏജിലുള്ള ഒരാൾ ഏറ്റവും കൂടുതൽ ഡോഗ്സിനെ വളർത്തിയതും ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഡോഗ്സിൻ്റെ കൂടെ ജീവിച്ച ഒരാൾ ഞാനായിരിക്കും. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ടൈം തൊട്ട് എൻ്റെ വീട് അല്ലാതെ ഇവിടെ വന്നിട്ട് പല വെറൈറ്റീസ് ഡോഗ്. ഒരു ടൈമിൽ എൻ്റെ വീട്ടിൽ 5 ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഡോഗ്സായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ് എൻ്റെ, എസ്പെഷ്യലി ഞാനും അമ്മയും. അതുകൊണ്ട് വി ജസ്റ്റ് ലവ് ഡോഗ്സ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഞാൻ ഡോഗ്സ് അത് അധികം ഫോക്കസ് കാണിക്കാത്ത, ഞാൻ ഭയങ്കര പൊസസീവാണ് എൻ്റെ ഡോഗ്സിനെ കുറിച്ച്. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഫീൽ ഈ ഈവിളായിട്ട് കിട്ടും എന്നുള്ളൊരു ഇതില്ലേ, അതിൻ്റെ ഒരു പേടിയിലാണ്. ഐ എം ബിഗ് ബിലീവർ ഇൻ ദാറ്റ്. എന്ന് ഞാൻ ഡോഗ്സും അധികം കാണിക്കാത്തത്. ബട്ട് ദെൻ ഇപ്പം ഇന്ന് എൻ്റെ ഡോഗിന് സിംബ എന്ന് പറഞ്ഞാൽ എനിക്കൊരു റിട്രീവർ ഉണ്ട്, റിട്രീവർ ലാബ് മിക്സ്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് 8 year old. അവൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അവന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഹോപ്പ്ഫുള്ളി ഇറ്റ് വോണ്ട് ബി വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ അവൻ്റെ ബാക്ക് ലെഗിൽ ഒരു ലിംപുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവന് നടക്കാൻ അധികം സുഖമില്ല, സ്റ്റെപ്സ് കയറാൻ പാട്. സോ അവന് ഇതുവരെ അവൻ്റെ ലൈഫിൽ ദൈവം അനുഗ്രഹിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ടേക്കിംഗ് ടു എ ഹോസ്പിറ്റൽ. അപ്പോൾ ഒരു കൊളാബറേഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യമേ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന വിചാരിച്ചു. കാരണം അത്രയും സീരിയസ് ഒന്നും അല്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ സർജറി അങ്ങനെയൊന്നും വേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ എന്താ ഡോക്ടർ സൂ, ബ്ലൂ വെറ്റ് അങ്ങനെ പലയിടത്തും നോക്കി. പക്ഷേ ഒരിടത്ത് എക്സ്റേ മെഷീൻ ഇല്ല, ഒരിടത്ത് തിരക്കാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു ഗൂഗിളിൽ കണ്ട, എൻ്റെ പേര് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിക്കാം. അവിടെ പോയി സിംബേനെ ഒന്ന് കൺസൾട്ട് ചെയ്യാനാണ് ഇന്ന് പോകുന്നത്. ടെൻഷനിലാണ് വേർക്കുന്നത്. പിന്നെ അവൻ ഫസ്റ്റ് ടൈമാണ് അവനെ കാറി വരെ കയറ്റിക്കൊണ്ട് പോകേണ്ടി വരുന്നത്. അവൻ്റെ ആവശ്യം വരാറില്ലല്ലോ. സോ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും. എന്തായാലും സിംബയായിട്ട് പോയിട്ട് വരുമ്പോഴേക്കും ലേറ്റ് ആവും. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് അഗാരോൻ്റെ ബ്ലെൻഡർ ആൻഡ് ഇതിൽ തന്നെ ഞാൻ ആക്ച്വലി പ്രോട്ടീൻ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്ന. പ്രോട്ടീൻ പൗഡർ എൻ്റെ ഒരു വേ പ്രോട്ടീൻ ഉണ്ട്, അതല്ലാതെ ഞാൻ ഈ ഒരു പ്രോട്ടീൻ പൗഡർ ഇടും. ഇത് പാലിലിട്ട് ഇതിൽ തന്നെ ബ്ലെൻഡ് ചെയ്യും, എന്നിട്ട് ഇതിൽ തന്നെ ഞാൻ അടച്ചും വെക്കും. സോ ഇത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് മിക്സിയും ഗ്രൈൻഡറും എല്ലാം ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇപ്പൊ പ്രോട്ടീൻ പൗഡർ വരെ ഇതിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് യു ഗെറ്റ് ലൈക്ക് എ മിൽക്ക് ഷേക്ക് ടെക്സ്ചർ. ഇത് വളരെ അഫോർഡബിൾ ആണ്. 1 year വാറന്റി ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഇങ്ങനെ കാറി കണ്ട ഒരു ചെറിയൊരു ലിമ്പുണ്ട്, പക്ഷെ ആള് ഭയങ്കര ഹാപ്പിയാ. പക്ഷെ എനിക്ക് ആദ്യമേ ഉള്ള ഒരു പ്രശ്നം എന്താ അറിയോ, ഇവൻ എങ്ങനെയാണ് കാറി കയറ്റുന്നത്? ലൈഫിൽ കയറിയിട്ടില്ല അല്ലേ മാ, ആവശ്യം വന്നിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് ഭയങ്കര വിഷമം. കണ്ട ഒരു ഇങ്ങനെയൊന്നും അല്ല, അവൻ ഭയങ്കര ആക്റ്റീവായി നിൽക്കേണ്ടവനാണ്. കണ്ട അത്രയും തോന്നില്ല, എന്നാലും ഒരു പെയിൻ ഉണ്ട്. അപ്പോൾ അമ്മയാണ് നിർബന്ധിച്ച് കൊണ്ടുപോകാമെന്ന് കുറേ കാലമായി പറയുന്നു. അമ്മയുടെ പൊടിക്കായൊക്കെ നോക്കി അല്ലേ, അമ്മയുടെ ആയുർവേദ ഓയിലൊക്കെ ഇട്ട് നോക്കി. ചിലപ്പോൾ ഒന്ന് ക്യൂർ ആയതിനു പക്ഷെ നമ്മള് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് കൊണ്ടുപോവാം. അതെ, എന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവര് തന്നെ പെയിൻ റിലീഫും. അതെ, എന്തായാലും വൂണ്ടും അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കേട്ടാ. അപ്പോൾ ഇവനെ കാറി കയറ്റണം. അതെങ്ങനെയാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ബാ, ഇതാണ് നിന്റെ സ്ഥലം. എങ്ങനെ നീ കയറും? വല്ല ഐഡിയ ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടോ? വേറെ ഡോഗ്സ് ഒന്നും കാണുമ്പോൾ ടെൻഷൻ ആവരുത് കേട്ടാ. കേട്ടാ, ഷെയ്ക്കാൻ്റെ ഒക്കെ മറന്നാ അറിയോ ഷെയ്ക്കാൻ്റെ? ഷെയ്ക്കാൻ എല്ലാം മറന്നു. ഫുൾ ഫ്രീഡം അവന്. അതുകൊണ്ടാണ് അവനൊന്നും കമാൻഡ്സ് ഒന്നും അറിയില്ല അവന്. ഇവനെ പൊക്കും. പേടിയാ, ശീലമില്ലല്ലോ. എന്താന്നൊരു വേഗം അടച്ചോ, ഇല്ലെങ്കിൽ ചാടുപ്പോ. ഞാൻ അമ്മ അവിടെ വന്നിരിക്കും. അപ്പൊ നീ പേടിക്കണ്ട, അമ്മ അവിടെ പോയി ഇരുന്നോ. സിംബ സെറ്റിൽഡായി ആദ്യമായിട്ട്. അപ്പൊ അവരെ കാറിൽ റോഡ് ട്രിപ്പ് ഒക്കെ കൊണ്ടുപോകും കേട്ടാ. ഫസ്റ്റ് ടൈം തന്നെ അവൻ കയറിയിട്ട് വലിയ ടെൻഷൻ ഒന്നും ഇല്ല. ആദ്യമേ കയറിയ ടെൻഷൻ മാത്രമേ ഉള്ളൂ, ബഹളം ഒന്നും ഇല്ല. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടാ. അതെ, ഞാനങ്ങമ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാം. എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ക്ലിനിക്ക്, പെറ്റ് ക്ലീനാണ്. സോ ഇവൻ ഫസ്റ്റ് ടൈമാണ് ആൾക്കാരൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുവാണ്. കൊള്ളാം കേട്ടോ. ഇത് ഫുൾ ഹോസ്പിറ്റൽ തന്നെയാണെന്ന് തോന്നുന്നു. വെയിറ്റ് നോക്കുന്നു ആദ്യമേ. 37.
37.3. ഓക്കെ ബാ ലിഫ്റ്റില് കേറിക്കോ പോ. അത് പേടിയോ. ബാ ഞാൻ കയറ്റിയിട്ട് പോവാം. ബാ 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 പോ. നിന്നോടെ ഇതൊക്കെ ഇവിടെ കിടത്തുന്നതൊക്കെ സർജറി ഇവിടെ ആയിരിക്കില്ല. വേറെ തിയേറ്റർ ഉണ്ട് ഓ ഹൈഡ്രോളിക് മെഷീനൊക്കെ ഉണ്ടോ? ആ ഓക്കെ. മറ്റേ മൗത്തിലൊന്നും ആ എക്സ്റേ ഉണ്ടമ്മ. അപ്പൊ എല്ലാ സൗകര്യം അല്ലേ? പണ്ടൊക്കെ ഓർമ്മയുണ്ടോ നമ്മൾ ഡോഗ് വാങ്ങിയപ്പോ എക്സ്റേ നമ്മൾ ലാബിൽ കൊണ്ടുപോകണം. എല്ലാ സൗകര്യവും ഉണ്ട്. ICU വരെ ഉണ്ട് പപ്പീസിന് ഇവിടെ. ഇവിടെ ഉടനെ ബോർഡിങ്ങും തുടങ്ങും. നല്ലതാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന സൗകര്യമല്ല. 24 hours ഉണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല, റിസൾട്ട് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് പറയാം. 3 ഫ്ലോറോ 4 ഫ്ലോറോ ഉണ്ട്. ലിഫ്റ്റ് വരെ ഉണ്ട്. അതിപ്പോ ഒരുവിധം എല്ലാ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പൈസ പോകുന്ന അറിയില്ലാന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്ലീനും മനുഷ്യരെ കാട്ടി ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തവര്. ഒരു സ്മെല്ലുണ്ട്. അതാ ഡോഗിന്റെ സ്മെല്ലൊന്നും ഇല്ല. പിന്നെ എക്സ്റേന് കയറ്റിയിരിക്കുന്നു. നമ്മൾ ബൈസ്റ്റാൻഡേഴ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പുതിയ എക്സ്പീരിയൻസ് അല്ലേ? മനുഷ്യർക്ക് വേണ്ടി കയറി ഭയങ്കര ശീലോ. എന്താ ക്ലീനും അല്ലേ? നല്ല പിള്ളേരും. പക്ഷെ പട്ടിയുടെ മരുന്ന് അമ്മയ്ക്ക് ഏക്കില്ല. അമ്മയ്ക്ക് മറ്റേ ഇതിന്റെ വേണം, പോത്തിന്റെ. അല്ലെങ്കിൽ മറ്റേ ഗൊറില്ലയുടെ. ICU ഉണ്ട്. ICUയിൽ എന്തൊക്കെയുണ്ട്? ഇവർക്കുള്ള സ്പെഷ്യൽ എക്യുപ്മെന്റ് എല്ലാം പുതിയതാണ് കേട്ടോ. കേജസും സ്പിക്ക് ആൻഡ് സ്പാനൽ എന്തൊരു ക്ലീനാ. ആൻഡ് ദെൻ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററും ഉണ്ട്. അല്ല, ഇത് കൺസൾട്ടേഷൻ റൂം. 2-3 ഡോക്ടേഴ്സ് ചിലപ്പോൾ കാണുമേ. ഇത് അടുത്ത കൺസൾട്ടേഷൻ റൂം. എന്താ അല്ലേ? അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. 2-3 ഡോക്ടേഴ്സ് കാണും. കൊള്ളാം അല്ലേ? ഞാൻ ആദ്യമായിട്ടാ ഇത്രയും. ഐ മീൻ നമ്മൾ അത്ര എക്സ്പോഷർ ഇല്ലല്ലോ. ജസ്റ്റ് കാണിച്ചോളാം പറഞ്ഞേ. അപ്പോൾ ഇത് ഇവരുടെ സർജറി റൂം. എല്ലാം ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് നോക്ക്, അടിപൊളി. ഇൻപേഷ്യന്റ് റൂം. ഇവിടെ ഡോഗിനെ അഡ്മിറ്റ് ചെയ്യാനുള്ളതായിരിക്കും. കണ്ടോ? AC വരെ ഉണ്ട് കേട്ടോ ഡോഗിന്. കഴിഞ്ഞാ? ഗുഡ് ബോയ്. നമുക്ക് നോക്കാം കേട്ടോ എന്താ പ്രശ്നം എന്ന്. ഇവിടെ ഇരുന്നോ? ഇവിടെ ഇരുന്നോടാ. ഡോക്ടർ വിളിക്കുമ്പോ പോയാൽ മതി. ഇനി റിപ്പോർട്ട് വന്നു, നമുക്ക് നോക്കാം കേട്ടോ എന്താ ഡോക്ടർ പറയുന്നത്. ഓ വാക്സിനും കൂടെ എടുത്തിട്ട് പോകാതായിരിക്കും. ഇത്രയൊക്കെ ആണെങ്കിലുണ്ടല്ലോ അമ്മയ്ക്ക് ഇപ്പോഴും പേടിയാ പട്ടിയുടെ കടി കിട്ടുമോ. അമ്മയ്ക്ക് പേടിയാ. ഇന്ന് റേബീസ് ഡേയും കൂടെ ആയതുകൊണ്ട് റേബീസ് വാക്സിൻ ഫ്രീ ആണ്. എങ്ങനെയുണ്ടമ്മ ഓവറോൾ എക്സ്പീരിയൻസ് ഇവിടുത്തെ? അതാണോ ലേറ്റ് ആയ അമ്മ വരെ? ഭയങ്കര ഫ്രണ്ട്ലി, എന്താ പറയുക, നല്ല കെയറിങ്. മനുഷ്യരെ കട്ടി എന്താ പറയുക, മൃഗങ്ങളോടുള്ള അറ്റാച്ച്മെന്റ്. പേരും ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇത് വരുമ്പോ നോക്കാം എത്രയുണ്ടെന്ന് ബില്ല്. അതിപ്പോ എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോയാൽ നീ 5 ലക്ഷം റെഡിയാക്കി വെച്ചിട്ട് കൊണ്ടുപോയാ. ഹാപ്പിയാണ്, ആള് ഹാപ്പിയാ. ഫ്രാക്ചർ ഇല്ല, ഒടിവില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഡിസ്ലൊക്കേഷൻ അല്ല, ഒരു കുറച്ച് തേയ്മാനം പോലെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് പെയിൻ കില്ലർ ടാബ്ലറ്റ്സും പിന്നെ ഈ ഒരു പൊടിയും ഇങ്ങനത്തെ 2 ബോട്ടില് ഡെയിലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഭാഗ്യത്തിന് വേറെ സീരിയസ് ആയിട്ടുള്ള വിഷയമൊന്നുമില്ല. എക്സ്റേ ഒക്കെ ഓക്കെ. എല്ലാം കൂടെ 3500 അമ്മ.
അത് ഭയങ്കര റീസണബിളാണ്. കാരണം ഈ മെഡിസിന് തന്നെ സപ്ലിമെന്റ്സിന് തന്നെ 1000 രൂപയുടെ അടുത്തുണ്ട്, ഈ സ്റ്റൂ ഉൾപ്പെടെ. പിന്നെ വാക്സിനേഷൻ അതിനൊരു 1000 രൂപ. രണ്ടെണ്ണം, ഒരെണ്ണം ഫ്രീയാ, 1000. അപ്പോൾ ഡോക്ടറും എക്സ്റേയും എല്ലാം കൂടെ ഒരു 1500 രൂപ പോലും ആയിട്ടുള്ള, കുഴപ്പമൊന്നുമില്ല ഇത്രയും ഫെസിലിറ്റീസിന്. മരുന്നെല്ലാം ഉൾപ്പെടെ 3500. ദാറ്റ്സ് ഓക്കെ അല്ലേ? കാരണം മരുന്നൊക്കെ ഫിക്സഡ് റേറ്റ് ആണല്ലോ, കുഴപ്പമില്ല. സിംബെ ഹാപ്പി. ഇനി ഇവന് ഇവിടെ ഒരു ദിവസം കൂടെ കൊണ്ടുവരണം ഗ്രൂമിങ്ങിന്, അതും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ബാ, സമാധാനമായ അമ്മയ്ക്ക്. അങ്ങനെ സിംബേനെ തിരിച്ച് വീട്ടിലെത്തി. ഭാഗ്യത്തിന് താങ്ക്ഫുള്ളി നോ ഇഷ്യൂസ്. അപ്പോൾ പെയിൻ കില്ലറും ഞാൻ പറഞ്ഞ മെഡിസിനും മാത്രമേ കൊടുക്കാവുള്ളൂ. എന്തായാലും അവനൊരു ഗ്രൂമിങ് കൂടെ ബാക്കിയുണ്ട്. എന്തായാലും ഹാപ്പി. സിംബേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. ബാ, ഇനി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ വേദു വന്നിട്ട് വരാമെന്ന് പറഞ്ഞു. വേദു വരുവോ? കേറാൻ സമ്മതിക്കില്ല. അവര് പറഞ്ഞു സിംബയ്ക്ക് മരുന്ന് കൊടുക്കാനുണ്ട്, സിംബേനെ ഒരുപാട് സ്റ്റെപ്സ് കയറ്റരുത്, സിംബേനെ ഓടിക്കരുത് എന്ന് കേട്ടാ. അധികം എക്സസൈസ് വേണ്ട. ആ വേദ ഇങ്ങോട്ട് വാ. സിംബേനെ ഓൾഡ് ആയതുകൊണ്ട് ബോണ് കുറച്ച് വീക്കാന്ന്, അപ്പൊ മരുന്നൊക്കെ വാങ്ങി കേട്ടാപ്പാ. ഓൾഡ് ആവുന്ന ലുക്ക് ഇല്ല. സിംബ യങ് ലുക്കാ. പിന്നെ ഈ ഒരു സാധനം നിങ്ങൾക്ക് നല്ലതാണ്. ഇത് ടയർ റോപ്പ് എന്ന് പറയും. നമുക്ക് എപ്പോഴും ഡോഗിനെ അഴിച്ചുവിടാൻ പറ്റില്ലല്ലോ, കാരണം കൊറിയറും വണ്ടികളൊക്കെ വരെ ഓടിപ്പോവും. പക്ഷെ ഇതെന്ന് പറയുന്ന ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി നടക്കുന്ന പോലെ തന്നെ കാണും, കാരണം അത്രയും ലെങ്ത് ഉണ്ട്. പിന്നെ സെക്കൻഡ്, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ആമസോണിൽ കിട്ടും, വലിയ റേറ്റ് ഇല്ല. ആമസോണിന്റെ തന്നെ പ്രോഡക്റ്റാണ്. ഡോഗ് ടൈയോ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഇവർക്ക് ഇത് ഓൾമോസ്റ്റ് 25 മീറ്റർ ഉണ്ട്. ഇവർക്ക് ഫുൾ ഫ്രീ ആയിട്ട് നടക്കാം. ആ സമയത്ത് അവർ ഓടിയും പോവില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. കെട്ടിട്ട പോലെ അവർക്ക് ഫീലിംഗ് കാണില്ല, അല്ലേ അല്ലേ? അപ്പൊ അതെ, രാത്രിയായി. സിംബ ഓക്കെ ആയി. വാക്സിനേഷനും എല്ലാം കൂടി എടുത്തുകൊണ്ട് ഇന്ന് അവൻ കുറച്ച് എന്താ പറയുന്ന ഒരു ടയേർഡ് ആയിരിക്കും. സോ അവനിപ്പോൾ ഒരു ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് 2 ദിവസത്തിൽ വരും. എന്തായാലും വിചാരിച്ച പോലെ വലിയ പ്രശ്നമില്ല. ആൻഡ് ഹീൽ ബി ഫൈൻ. സോ എന്തായാലും നമ്മൾ തുടങ്ങിയത് ഹാപ്പി അല്ലെങ്കിലും എൻഡിങ് വലിയ വിഷമമില്ലാതെയാണ് ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യുന്നത്. എന്തായാലും നാളെ വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.